കപ്പയുടെ കൂടെയും മറ്റും കഴിക്കാൻ പറ്റിയ നല്ല എരിവും പുളിയുമുള്ള മത്തി മുളകിട്ടതിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. ഇതൊരു ടിപ്പിക്കൽ കേരള റെസിപ്പിയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാൻ ലിഷ, വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മഗ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം, നിങ്ങൾ ആദ്യം തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാൻ തന്നെ സപ്പോർട്ട് ചെയ്യണേ. മീൻകറി ഉണ്ടാക്കുന്നതിന് ഞാനിവിടെ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടാക്കിയെടുക്കാം. എണ്ണ എല്ലായിടത്തേക്കും ആവുന്നതിന് വേണ്ടി ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്തിട്ട് പൊട്ടിച്ചെടുക്കാം. കടുകും ഉലുവയും പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഒന്ന് വാടി വരുമ്പോൾ 8 മീഡിയം സൈസുള്ള വെളുത്തുള്ളി ചതച്ചത്, 1/4 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചതച്ചത്, 10 മീഡിയം സൈസ് ചുവന്നുള്ളി ചതച്ചത്, 3 പച്ചമുളക് കീറിയത്, ഇവയെല്ലാം ചേർത്തിട്ട് നന്നായി വാടി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ല എരിവുള്ള മുളകാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ. ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ സ്ഥലവും അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ട വിഭവങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യാമോ? എനിക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള റെസിപ്പീസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2/2 ടീസ്പൂൺ നാടൻ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇവ ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ മൂപ്പിച്ചെടുക്കണം. മുളകെടുക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എരിവിനനുസരിച്ചുള്ള മുളക് പൊടി എടുത്താൽ മതി കേട്ടോ. മീൻ കറി ആവുമ്പോൾ കുറച്ച് എരിവുള്ളതാണ് നല്ലത്. ഇപ്പോൾ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ അളവ് കപ്പിന് 1 കപ്പ് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയും വെള്ളം ആവശ്യമായിട്ടുണ്ട്, അത് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2 പീസ് കുടംപുളിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്ന പുളിയുടെ സത്ത് ഇറങ്ങുന്നതിന് വേണ്ടി ഇവ ഒരു 3 മിനിറ്റോളം തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് തീ മീഡിയം ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് ആവശ്യമെങ്കിൽ ടേസ്റ്റ് നോക്കിയിട്ട് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി ചേർത്ത് കൊടുക്കണം. മീഡിയം സൈസുള്ള മത്തി ആയതുകൊണ്ട് ഞാൻ 2 ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നല്ല നെയ്യുള്ള മത്തിയാണിത്. വൃത്തിയാക്കിയതിന് ശേഷമുള്ള അളവാണ് 1/2 കിലോ. നമുക്കിവ അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തീ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം. ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ അളവ് കപ്പിന് 1/4 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇവ ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തവി വെച്ച് ഇളക്കരുത്. ചട്ടി എടുത്തിട്ട് ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മതി. തവി വെച്ച് ഇളക്കിയാൽ മീൻ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് മീൻ വേവിച്ചെടുക്കണം. ഇടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഇങ്ങനെ ഒരു 10-12 മിനിറ്റ് ആകുമ്പോഴേക്കും മീൻ നന്നായി വെന്ത് കിട്ടും. ഇപ്പോൾ മീൻ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി ഉപ്പ് വേണം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇവ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അവസാനമായി മീൻ കറിയുടെ മുകളിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് 10-15 മിനിറ്റത്തേക്ക് മൂടി വയ്ക്കാം.
ചൂടാറി വരുന്നതനുസരിച്ച് കുറച്ചുകൂടി ഇരുന്ന് കുറുകി വരും. ഈ സമയത്ത് കറിയിലെ പുളി നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യത്തിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ പുളി എടുത്തു മാറ്റണം. അല്ലെങ്കിൽ ഇനിയും പുളി ഇറങ്ങി കറിക്ക് ഓവർ പുളിരസമായി വരും. അതുപോലെ തന്നെ ഉണ്ടാക്കി ഒരു ദിവസം കഴിയുമ്പോൾ മീനിലേക്ക് എരിവും പുളിയും നന്നായി പിടിച്ച് വളരെ ടേസ്റ്റി ആയിട്ട് വരും. അപ്പോൾ നിങ്ങളും ഈ ഒരു രീതിക്കൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണേ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്